നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ അവസരത്തിൽ മറ്റാരെയും ഞാൻ ഓർക്കുന്നില്ല, എന്റെ മനസ്സാക്ഷിയല്ലാതെ. തന്നെ ഞാൻ പറഞ്ഞുവിടുന്നതിനൊപ്പം ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇനിയും നീണ്ടൊരു കാത്തിരിപ്പിന് ഞാൻ ഒരുക്കമാണെന്ന് എന്നെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീലക്ഷ്മി ഇപ്പോ അടുത്തില്ല എന്നൊരു തോന്നലാണ് ഞാൻ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്, അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനിയൊരു പുനഃപ്രതിഷ്ഠ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചാലും എനിക്കതിന് സാധിക്കില്ല. സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി പോലെ ആവാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ എപ്പോഴോ സാറിന്റെ ശ്രീലക്ഷ്മിയായി മാറി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ സാർ ആഗ്രഹിക്കുന്ന ശ്രീലക്ഷ്മിയാവാൻ എനിക്ക് പറ്റാത്തിടത്തോളം കാലം ഞാൻ സാറിന്റെ ജീവിതത്തിൽ ഒരധികപ്പറ്റ് തന്നെയാ. എങ്കിലും ഞാനെന്ന് ചോദിച്ചോട്ടെ സാർ, എന്നെ പറഞ്ഞു വിടാതിരുന്നൂടെ? എല്ലാവരുടെയും സ്നേഹം ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തില് ചോദിച്ചു പോയതാ ഞാൻ. ബാക്കി വെച്ച സ്നേഹവും കരുതലും ആവോളം അനുഭവിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ സാർ എന്നെ അനുവദിക്കണം. ക്ഷമിക്കണം. തന്റെ ഈ അപേക്ഷ ഞാൻ മുഖവിലക്കെടുത്താൽ തന്നെ അത് ഞാൻ ഇയാളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാവും. കാരണം താനിപ്പോ ചെറുപ്പമാണ്. ഇനിയും വലിയൊരു ജീവിത സാധ്യത തന്റെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. എന്റെ സ്വാർത്ഥ ഇഷ്ടത്തിനു വേണ്ടി താൻ ആ വാതിൽ കൊട്ടിയടയ്ക്കരുത്. തനിക്ക് മുന്നിലുള്ള വലിയ ലോകത്ത് ഇവിടെയുള്ളവരെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന കുറെ പേർ തന്റെ ജീവിതത്തിലേക്ക് വരും. അന്ന് തനിക്ക് മനസ്സിലോ ഇതെല്ലാം ഒരു മുത്തശ്ശി കഥയ്ക്ക് സമമായ കൗതുകം നിറഞ്ഞ കഥകൾ മാത്രമായിരുന്നു എന്ന്. ചിലപ്പോ അങ്ങനെയാവാം. മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഇവിടെയുള്ളവരെ പോലെ എല്ലാവരും എന്റെ ജീവിതത്തിലേക്ക് വന്നാലും സാറിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടുമോ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഭർത്താവ്, ഏതൊരമ്മയെ ആഗ്രഹിക്കുന്ന മകൻ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.